ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുവാദത്തോടുകൂടി, രാധാറാണിയുടെ അനുവാദത്തോടുകൂടി ഞാനൊരു ചെറിയ പ്രഭാഷണം ആരംഭിക്കുകയാണ്. സാർ സതീഷ് ചന്ദ്രൻ സാർ പറഞ്ഞ പോലെ എന്നെ ഈ പ്രഭാഷണത്തിന് ക്ഷണിച്ചത് സാറാണ്. അതുപോലെ ഇവിടെ ദേവിയുടെ ഭഗവതിയുടെ അവതാര ചാർത്ത് നടന്ന സമയത്തും എനിക്കിങ്ങനെ ഒരു പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട് സാർ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഇതുപോലെ ഭഗവാന്റെ അവതാര ചാർത്ത് വന്നപ്പോൾ സാർ എന്നെ കുറെ നാളുകൾക്ക് മുമ്പേ സാർ വിളിച്ചിട്ട് നേരത്തെ ഡേറ്റ് ഒക്കെ പറയുകയും അത്ര കരുതലോടുകൂടി സാർ അത്ര പ്രോത്സാഹനമാണ് സതീഷ് ചന്ദ്രൻ സാർ തരുന്നത്. അതുപോലെ ഇപ്രാവശ്യവും എനിക്ക് തോന്നുന്നു വേറെയും ചെറിയ കുട്ടികളുടെ പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു, അന്നും ചെറിയ കുട്ടികളുടെയും പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ചെറിയ ആളുകളുടെ പ്രഭാഷണമൊന്നും അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. എപ്പോഴും സീനിയർ ആയിട്ടുള്ള ആളുകളെയൊക്കെ ആയിരിക്കും പ്രഭാഷണത്തിന് ക്ഷണിക്കാറുള്ളത്. അതുപോലെ എന്നെയും ക്ഷണിക്കാൻ തോന്നിയ സാറിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഭഗവാന്റെ അനുവാദത്തോടുകൂടി, രാധാറാണിയുടെ അനുവാദത്തോടുകൂടി ഞാൻ പ്രഭാഷണം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദശാവതാര ചാർത്തില് ഇന്ന് ശ്രീ ബലഭദ്ര സ്വാമിയുടെ അവതാരമാണ്. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ പ്രഭാഷണം ഉണ്ടെന്ന് വെച്ച് ആലോചിച്ചപ്പോൾ എന്ത് പറയണമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം ഞാൻ ബലഭദ്ര സ്വാമിയെ കുറിച്ച് പറഞ്ഞാലോ കൂടുതൽ പറഞ്ഞാലോ എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ പുരാണ കഥകൾ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസിലി അവൈലബിളും ആണ്, എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നതുമാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്, വായിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോ കാരണം ഭക്തരായിട്ടുള്ള ആയിരിക്കും പ്രഭാഷണം കേൾക്കാൻ വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ, അതായത് എങ്ങനെയാണ് ഭക്തരെ കൂടുതൽ ഭക്തിയിലേക്ക് നയിക്കുന്നത്, എങ്ങനെയായിരിക്കണം ഭക്തരെ കൂടുതൽ ഭക്തിയുടെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഭഗവത്ഗീതയുടെ 2 ചാപ്റ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബലഭദ്ര സ്വാമിയുടെ അവതാരത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതായത് ഭഗവാന്റെ അനന്തശേഷ് ആണ്, ശേഷ്നാഗ് ആണ് ബലഭദ്ര സ്വാമിയായിട്ട് ജനിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആയുധം കലപ്പയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആയുധം ഈ കലപ്പ സിഗ്നിഫൈ ചെയ്യുന്ന, അതായത് അത് പ്രതിനിധാനം ചെയ്യുന്നത് തന്നെ ഭക്തരുടെ മനസ്സിനെ, അതായത് ഭക്തരുടെ മനസ്സിനെ ഉഴുതുമറിച്ച് അതിൽ ഭക്തിയുടെ സീഡ്, അതായത് ഭക്തിയുടെ വിത്ത് പാവുക എന്നതാണ് ബലഭദ്ര സ്വാമിയുടെ അവതാര ഉദ്ദേശം തന്നെ. അപ്പോ ഭഗവാന്റെ ബ്രദർ ആയിട്ടാണ് ബലഭദ്ര സ്വാമി വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കും, ഭഗവാൻ കൃഷ്ണൻ അത്ര പവർഫുൾ ആണ്, ഭഗവാൻ എന്തിനാണ് ഒരു ബ്രദറിന്റെ ഹെൽപ്പ്, അതായത് ഒരു സഹോദരന്റെ ഹെൽപ്പ് എന്തിനാണ് ഒരു അവതാരം എടുക്കുമ്പോൾ ഭഗവാന്റെ ഡ്യൂട്ടീസ് ചെയ്യാൻ എന്ന് നമ്മൾ ഓർക്കും. അതായത് അനന്തശേഷ് ഭഗവാനോട് അത്ര ഭക്തിയാണ്, അതായത് രാധാറാണിക്ക് കണ്ണൻ എന്ന പോലെ ശേഷനാഗിന് അത്ര ഭക്തിയാണ് ഭഗവാനോട്. അപ്പോ ഭഗവാനെ വേർപിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ബലഭദ്ര സ്വാമിയായിട്ട് ശ്രീകൃഷ്ണ അവതാരം ഭഗവാൻ എടുത്ത സമയത്ത് വൃന്ദാവനത്തില് ബലഭദ്ര സ്വാമിയായിട്ട് വന്നത്. അപ്പോ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെ, അതായത് ഇപ്പോ ബലഭദ്ര സ്വാമിയുടെ അവതാരത്തെ കുറിച്ച് കേൾക്കാൻ ആയിരിക്കും വന്നത്. എന്നാലും അപ്പോ ഭഗവത്ഗീത കേട്ടിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല ആർക്കും താല്പര്യം ഇല്ലാതില്ല, എനിക്ക് അറിയാം. അപ്പൊ ഞാൻ ഭഗവത്ഗീതയുടെ 14-ാം അധ്യായവും 17-ാം അധ്യായവുമാണ് ഇവിടെ പറയാൻ വെച്ചിരിക്കുന്നത്. അതായത് 14-ാം അധ്യായമായ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. അപ്പോ അതില് ആദ്യം ഭഗവാൻ അതില് അർജുനോട് പറയാണ്, എന്തറിഞ്ഞിട്ടാണോ, അതായത് എന്ത് ജ്ഞാനം നേടിയിട്ടാണോ ഈ ഭൂമിയിലെ സകലമാന മുനികളും അവര് ഉത്തമമായ സിദ്ധിയെ പ്രാപിച്ചു, അങ്ങനെയുള്ള ഉത്തമവും പരമവുമായ ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. അങ്ങനെയാണ് 14-ാം അധ്യായത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന് പറയുന്ന 14-ാം അധ്യായം ഭഗവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ഈ 3 ഗുണങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന ആളുകൾക്ക് നമ്മൾക്ക് സ്വന്തമായിട്ട് അവലോകനം ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ജീവിത രീതി, നമ്മളുടെ ഭക്ഷണം, നമ്മളുടെ ചിന്തകൾ, ഇതിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണെന്ന് നമുക്ക് ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഭഗവാൻ തന്നെ പറയുന്നത്, ഈ അറിവ്, അതായത് ഈ സിദ്ധിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്റെ സമാന ഭാവം പ്രാപിച്ചവർ, അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഭഗവാൻ എന്താണോ പറയുന്നത് അത് ആ ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ സമാന ഭാവം പ്രാപിക്കുക. അതായത് കണ്ണൻ എത്ര കരുണാമയനാണ്, അതായത് ഭഗവാന്റെ സമാന ഭാവം പ്രാപിക്കാൻ പറ്റും ഈ ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതറിഞ്ഞവർ സൃഷ്ടികാലത്ത് ജനിക്കുന്നില്ല, പ്രളയകാലത്ത് ദുഃഖിക്കുന്നുമില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സൃഷ്ടികാലത്ത് അവർക്ക് വീണ്ടും ഓരോ ലോകങ്ങളിൽ വന്ന് ജനിക്കാനുള്ള അവസരം വരില്ല. അതേസമയം പ്രളയകാലത്ത് അവർക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല. പ്രളയകാലം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്റെ മറ്റൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. പ്രളയകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രളയമല്ല, ഉപരിലോകങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രളയമാണ്, ബ്രഹ്മലോകം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രളയമാണ് മഹാപ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രളയകാലം വരുമ്പോൾ ഏത് ലോകത്തിൽ ജനിച്ച ആത്മാവാണെങ്കിലും അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, സൃഷ്ടികാലത്ത് ജനിക്കേണ്ടി വരില്ല. അങ്ങനെ ഈ 3 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൽ സ്വാത്വിക ഗുണമാണ് ആദ്യത്തേത്. അപ്പൊ ഈ സ്വാത്വിക ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതാണ് സ്വാത്വിക ഗുണം. അത് സന്തോഷം കൊണ്ടും ജ്ഞാന സമ്പർക്കം കൊണ്ടും അത് ദേഹത്തിൽ ബന്ധിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? അതായത് ആത്മാവിനെ, അപ്പോ ഒരാൾക്ക് സ്വാത്വിക ഗുണം ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ ഈ സ്വാത്വിക ഗുണമുള്ള ആളുകൾ ചെയ്യുന്നതെല്ലാം സ്വാത്വികമായിട്ടുള്ള കാര്യമായിരിക്കും. അത് ആത്മാവിനെ സന്തോഷം കൊണ്ട്, അതായത് ഏത് ആത്മാവാണ്, ഏത് ദേഹത്തിലാണോ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ ഈ ആത്മാവിന് തന്നെ അത് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്. അതായത് സ്വാത്വിക ഗുണം സെലക്ട് ചെയ്യണോ, രജോ ഗുണം സെലക്ട് ചെയ്യണോ, തമോ ഗുണം സെലക്ട് ചെയ്യണോ എന്നുള്ള ചോയ്സ് ഉണ്ട്. അപ്പോൾ ഏത് ദേഹത്തിലാണോ ആ ആത്മാവ് കുടികൊള്ളുന്നത്, സ്വാത്വിക ഗുണം ജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതായത് ജ്ഞാനം എന്ന് പറയുന്നത് ആധ്യാത്മിക ജ്ഞാനമാണ്. അങ്ങനെ ജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്ന സ്വാത്വിക ഗുണം ദേഹിയെ സന്തോഷത്താലും സുഖത്താലും ദേഹത്തിൽ ബന്ധിക്കുന്നു എന്ന് പറയുന്നു. അപ്പം സ്വാത്വിക ഗുണം ഉണ്ടായി എന്ന് വെച്ചിട്ട്, അതായത് ഏറ്റവും നല്ല ഗുണമാണ് സ്വാത്വിക ഗുണം, ഉണ്ടായി എന്ന് വെച്ചിട്ടും മോക്ഷം കിട്ടുന്നില്ല. അപ്പോഴും നമ്മൾ അപ്പോഴും നമ്മൾ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നു. അപ്പൊ ഈ സ്വാത്വിക ഗുണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും കിട്ടുന്നതാണ് ഈ സ്വാത്വിക ഗുണം. പിന്നീടുള്ളതാണ് രജോ ഗുണം. അതായത് മെജോറിറ്റി ആളുകൾക്കും ഉള്ളതാണ് രജോ ഗുണം. രജോ ഗുണം എങ്ങനെയാണ്? മോഹത്തിൽ നിന്ന്, അതായത് അമിതമായ ആഗ്രഹത്തിൽ നിന്നുണ്ടാവുന്നതാണ് രജോ ഗുണം. ഈ രജോ ഗുണം എങ്ങനെയാണ്? അതായത് രജോ ഗുണമുള്ള ആത്മാവിനെ ദേഹത്തിൽ എങ്ങനെയാണ് ബന്ധിക്കുന്നത്? അത് കർമ്മഫലം, അതായത് കർമ്മഫല ആസക്തി കൊണ്ട് ആത്മാവിനെ ദേഹത്തിൽ ബന്ധിക്കുന്നു. അപ്പോ രജോ ഗുണമുള്ള ആളുകളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും കർമ്മഫലത്തിന് അധിഷ്ഠിതമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അവർ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, ഫലത്തെ ആഗ്രഹിച്ച് ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അങ്ങനെയുള്ള ആത്മാവ് ഇരിക്കുന്ന ശരീരത്തിന് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അപ്പൊ അതാണ് രജോ ഗുണത്തെ പറ്റി ഭഗവാൻ പറയുന്നത്. അപ്പോ പിന്നീടുള്ളതാണ് തമോ ഗുണം. തമോ ഗുണം എന്ന് പറയുമ്പോൾ അതായത് അത് അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതാണ് തമോ ഗുണം. അപ്പോ സ്വാത്വിക ഗുണം വന്നാലും നമുക്ക്, അതായത് ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഉപരി ലോകങ്ങളിൽ ജനിക്കേണ്ടതായിട്ട് വരും. രജോ ഗുണം, അതായത് സ്വാത്വിക ഗുണമുള്ളവർക്ക് തന്നെ ജനിക്കേണ്ടി വരുമ്പോൾ രജോ ഗുണമുള്ളവർക്കും എന്തായാലും ജനിക്കേണ്ടി വരും. അപ്പൊ തമോ ഗുണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആലസ്യം, നിദ്ര, അതായത് അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ് തമോ ഗുണം. തമസ് അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. അതായത് അജ്ഞാനം എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ജ്ഞാനം ഒന്നും ഇല്ലാത്ത ആളുകൾ, നമുക്കറിയാം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, കാരണം ഓരോ ഗുണമുള്ളതിൽ ആരെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ തമോ ഗുണമുള്ളവരാരും ഇവിടെ കാണില്ല, കാരണം അവര് ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്നില്ല, ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ഈശ്വരൻ എന്ന സങ്കല്പത്തിലേ വിശ്വസിക്കുന്നില്ല. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ, ചിന്തകളിൽ മുഴുകി അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പം അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ് തമോ ഗുണം. അത് ദേഹിയെ എങ്ങനെയാണ്, അതായത് അത് ആത്മാവിനെ എങ്ങനെയാണ് ശരീരത്തിൽ ബന്ധിക്കുന്നത്? അതായത് ആലസ്യം, നിദ്ര, അതായത് പ്രമാദം എന്ന് പറയുമ്പോൾ എന്താണ്? ബുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധി ഇല്ല എന്നല്ല, ബുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് തമോ ഗുണം ഉണ്ടാകുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ഗുണങ്ങളെ പറ്റി ഭഗവാൻ പറയുന്നു. അപ്പോ ഒരു ശരീരത്തിൽ, അതായത് ഒരു ആത്മാവ് കുടികൊള്ളുന്ന ശരീരത്തിൽ എപ്പോഴും ഏതെങ്കിലും ഒരു ഗുണമായിരിക്കും പ്രോമിനന്റ് ആയിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഒരു ഗുണം വർദ്ധിച്ചിരിക്കും. അതായത് 3 ഗുണങ്ങളും ഒരുമിച്ച് ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു ഗുണം എപ്പോഴും വർദ്ധിച്ചിരിക്കും. അപ്പൊ അതിൽ എങ്ങനെയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് രജോ ഗുണമാണോ തമോ ഗുണമാണോ അതല്ല സ്വാത്വിക ഗുണമാണോ വർദ്ധിച്ചിരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? സ്വാത്വിക ഗുണം വർദ്ധിച്ചിരിക്കുന്ന വ്യക്തി, അവരുടെ ശരീരം ജ്ഞാനത്താൽ പ്രകാശിക്കുന്നതാണ്. അപ്പോ ആധ്യാത്മിക ജ്ഞാനമുള്ള ഒരാളെ, അതായത് ഒരു മനുഷ്യന് ആധ്യാത്മിക ജ്ഞാനം വരുന്ന സമയത്ത് അവരുടെ ശരീരം ജ്ഞാനത്താൽ പ്രകാശിക്കുന്നതാണ് സ്വാത്വിക ഗുണം. അപ്പോൾ രജോ ഗുണമുള്ളവർ എങ്ങനെയാണ്? രജോ ഗുണമുള്ളവർക്ക് കർമ്മഫലത്തിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർമ്മഫലത്തിലാണ് അവര് ഈ കർമ്മഫലത്തിലേക്ക്, അതായത് ആഗ്രഹം, ഒരുപാട് ആഗ്രഹം, മോഹം, അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്നറിയുന്നത്. അതുപോലെ തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് അവര് അപക്വ ബുദ്ധികളായിരിക്കും. അതായത് അവര് അപ്രവൃത്തി, അതായത് അവര് നല്ല കാര്യങ്ങളൊന്നും പ്രവർത്തിക്കത്തില്ല. നമുക്കറിയാം, അതായത് അക്രമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന കാര്യങ്ങളായിരിക്കും അവർ തമോ ഗുണത്തിലുള്ളവർ ചെയ്യുന്നത്. അപ്പൊ ഇത് വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള അക്രമങ്ങളും, അതായത് അന്യായങ്ങളും പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ ഭഗവാൻ പിന്നെ പറയാണ്, ഈ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് മരിച്ചു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം സ്വാത്വിക ഗുണമുള്ള ഒരാൾ, ഇപ്പൊ നമ്മൾ ഒരു സന്യാസി പോലെ ജീവിക്കുന്ന ഒരാൾക്ക് നമുക്ക് പറയാം സ്വാത്വിക ഗുണമുള്ള ഒരാളാണെന്ന് അറിയാം. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയാം, കാരണം അദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടാവും. ഈ ജ്ഞാനം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാവുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നത്? അതായത് ആധ്യാത്മിക ജ്ഞാനം
നേടിക്കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഭൗതികതലമായിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ ഈ സാത്വിക ഗുണത്തിന്റെ അതായത് അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആത്മാവ് എവിടെയാണ് എത്തിച്ചേരുന്നത്? ഉപരിലോകങ്ങളിൽ എത്തിച്ചേരും. അതായത് അവർക്ക് പിന്നെ അവർ ഭൂമിയിലല്ല ജനിക്കുന്നത്, അവർ ഉപരിലോകങ്ങളിലായിരിക്കും, അതായത് ഉത്കൃഷ്ടമായ ലോകങ്ങളിലായിരിക്കും അവർ ജനിക്കുന്നത്. അപ്പോൾ സാത്വിക ഗുണമുള്ള ആളുകൾക്കും വീണ്ടും ജനിക്കേണ്ടി വരും. ഉപരിലോകങ്ങളിലാണെങ്കിൽ തന്നെയും വീണ്ടും അവർക്ക് ജനിക്കേണ്ടി വരും. അപ്പോൾ രജോ ഗുണമുള്ള ആളുകൾ, അതായത് രജോ ഗുണമുള്ള ആളുകൾ എപ്പോഴും അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഫലം നോക്കി കർമ്മങ്ങൾ അവർക്ക് റെസ്റ്റ് ഇല്ലാതെ, അതായത് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യുക, റെസ്റ്റ് ഇല്ലാതെ ഇരിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിച്ചു പോവുകയാണെങ്കിൽ അവർ വീണ്ടും കർമാസക്തന്മാരുടെ ഇടയിൽ ജനിക്കുന്നു. അതായത് വീണ്ടും അവർ ഭൂമിയിലേക്ക് വരേണ്ടി വരും. ഇതുപോലെ കോമ്പറ്റീഷൻ, അതായത് മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കർമ്മം ചെയ്യുക, അവരെക്കാട്ടി കൂടുതൽ പണം സമ്പാദിക്കുക, കൂടുതൽ ആഗ്രഹങ്ങൾ. അപ്പോൾ അതിലേക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും കർമാസക്തന്മാരുടെ ഇടയിൽ ജനിക്കുന്നു. അപ്പോൾ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? അവർ വീണ്ടും, അതായത് തമോ ഗുണത്തിലിരിക്കുന്ന ആളുകൾ വീണ്ടും അജ്ഞാനികളുടെ ഇടയിൽ ജനിക്കുന്നു. അതായത് അജ്ഞാനികളുടെ ഇടയിൽ ജനിക്കുക എന്ന് പറയുന്നതിന് അപ്പുറം അതായത് ഒരു കഷ്ടത ഒരു ആത്മാവിന് കിട്ടാനില്ല. അതായത് ഒന്നുമില്ലെങ്കിലും സാത്വിക ഗുണം പിന്തുടരുന്ന ആളുകൾക്ക് ഉപരിലോകങ്ങളിലെത്താം. അപ്പോഴും മോക്ഷത്തെ പറ്റി ഭഗവാൻ അവിടെ പറയുന്നില്ല, മോക്ഷത്തെ പറ്റി പിന്നീട് ഭഗവാൻ പറയുന്നുണ്ട്. രജോ ഗുണം ചെയ്യുന്ന ആളുകൾക്ക് അവർ വീണ്ടും കർമാസക്തന്മാരുടെ ഇടയിൽ വന്നിട്ട് ഈ കർമ്മഫലത്തിന് ആസക്തി കൂടുന്ന സമയത്താണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അതിന്റെ ഫലം വരുന്നില്ല, അവിടെ നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു. അപ്പോ ഈ കർമ്മഫലാസക്തന്മാരുടെ ഇടയിലെങ്കിലും രജോ ഗുണമുള്ളവർക്ക് ജനിക്കാൻ പറ്റുന്നു. പക്ഷേ തമോ ഗുണമുള്ളവർ എവിടെ ജനിക്കുന്നു? അവർ വീണ്ടും അജ്ഞാനികളുടെ ഇടയിൽ തന്നെ ജനിക്കുന്നു. അപ്പൊ അവർക്ക് ഒരിക്കലും ആധ്യാത്മിക ജ്ഞാനം പിന്നീട്, കാരണം അവരിടപെടുന്ന ആളുകളും അവരുടെ വീട്ടിലുള്ള ആളുകളും അവരുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ഈ തമോ ഗുണം അജ്ഞാനത്തിലുള്ളതായിരിക്കും. ആ ഗ്രൂപ്പിൽ തന്നെ വീണ്ടും വീണ്ടും ഇവര് ജനിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഭഗവാൻ പറയാണ്, അതായത് വീണ്ടും ഭഗവാൻ അർജുൻ പറഞ്ഞു കൊടുക്കുന്നു, എപ്പോഴും സാത്വിക ഗുണത്തിന്റെ ഫലം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവുമാണ്. രജോ ഗുണത്തിന്റെ ഫലം എന്ന് പറയുന്നത് കർമ്മത്തിൽ ആസക്തി വന്നിട്ട് ദുഃഖമാവുന്നു. അതുപോലെ തമോ ഗുണത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഇതുപോലെ അജ്ഞാനമാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് കണ്ണൻ പറയാണ്, അതായത് ആരാണോ ഈ ഗുണങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ളൊരു കർത്താവില്ല എന്നറിയുന്നത്. അതെന്താണ് ഭഗവാൻ അവിടെ ഉദ്ദേശിച്ചത്? അതായത് ഏത് പ്രവൃത്തി, നമ്മളിപ്പോൾ എന്ത് കർമ്മം ചെയ്യുന്നാലും നമ്മൾ ആ ഒരു ഗുണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഒരാളോട് നന്മ ചെയ്തു എന്ന് വെച്ചോളൂ, അപ്പൊ അവിടെ സാത്വിക ഗുണം വന്നു. നമ്മളിപ്പോ ഒരാളോട് ഒരു കോമ്പറ്റീഷൻ, കാരണം അവർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അവിടെ രജോ ഗുണം വന്നു. അതുപോലെ തമോ ഗുണം, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന പോലെ തമോ ഗുണം. അപ്പൊ അതായത് എന്ത് കർത്തവ്യം ചെയ്താലും, കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഗുണങ്ങളാൽ ബന്ധിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഗുണങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ടൊരു കർത്താവില്ല. അതായത് കർത്തവ്യം ചെയ്യുന്ന ആരാണെങ്കിലും ഈ ഗുണങ്ങളാൽ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭക്തൻ അഭൗതികമായിട്ടുള്ള, അതായത് എന്റെ ആത്മീയ ഭാവത്തെ മനസ്സിലാക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അതായത് കണ്ണൻ, അതായത് കൃഷ്ണൻ, അതല്ലെങ്കിൽ നമ്മൾ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഭഗവാന് നമ്മൾ നിർഗുണ പരമാത്മാവെന്ന് പറയും. അതായത് ഭഗവാൻ ഗുണങ്ങൾക്ക് അതീതനാണ്. അതായത് ഭഗവാന് സാത്വിക ഗുണവുമില്ല, ഭഗവാൻ സാത്വിക ഗുണവുമായിട്ടും ഭഗവാന് റിലേഷൻ ഇല്ല. അതായത് രജോ ഗുണവുമായിട്ടും ഭഗവാൻ റിലേഷൻ ഇല്ല, തമോ ഗുണവുമായിട്ടും ഒരു റിലേഷനും ഇല്ല ഭഗവാൻ. അപ്പം ഈ ഗുണങ്ങളെല്ലാം തനിയെ വർദ്ധിക്കുന്നു എന്നറിയുന്ന ആളുകൾ, അങ്ങനെയുള്ള വ്യക്തികൾ ഭഗവാന്റെ ആത്മീയ ഭാവത്തെ അറിയുന്നു. അങ്ങനെ ഭഗവാന്റെ ആത്മീയ ഭാവത്തെ, ഇപ്പോ ഈ ചാപ്റ്ററിൽ ഭഗവാൻ പറയാണ്, അങ്ങനെ ഭഗവാന്റെ ആത്മീയ ഭാവത്തെ അറിഞ്ഞ ആളുകൾ, അതായത് അങ്ങനെയുള്ള ദേഹികൾ, അങ്ങനെയുള്ള ആത്മാവ്, അതായത് ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒക്കെ അതിവർത്തിച്ച്, അതായത് ജനനവും മരണവും ഒക്കെ കടന്ന് ഈ ഗുണങ്ങളെയും അതിവർത്തിച്ച് അങ്ങനെ പരബ്രഹ്മത്തിൽ എത്തുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ എങ്ങനെയാണ്? അപ്പൊ അതായത് ഭഗവാൻ ഇവിടെ പരബ്രഹ്മത്തിലേക്ക് എത്താനുള്ള ഒരു വഴി പറയാണ്. അപ്പോഴും പരബ്രഹ്മം വരെ ആവുന്നുള്ളൂ, ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തുന്നില്ല. പരബ്രഹ്മം വരെ എത്തുന്ന വഴിയാണ് ഭഗവാൻ ഈ 14-ാം അധ്യായത്തിൽ അർജുന് പറഞ്ഞു കൊടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നുമാണ് മോചനം നേടുന്നത്. അപ്പോൾ ആലോചിക്കും, അതായത് നമുക്കറിയാം വാർദ്ധക്യാവസ്ഥ എന്ന് പറയുന്ന, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ മരണ സമയത്ത്, അതായത് ഇപ്പോ വയസ്സായി മരിക്കുന്നതായാലും അതല്ല ചെറിയ പ്രായത്തിൽ മരിച്ചാലും മരണം എപ്പോഴും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. അതുപോലെ ഭഗവാൻ പറയണം, അങ്ങനെയുള്ള മരണത്തിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും ജനനത്തിൽ നിന്നും, അപ്പം ജനനവും ദുഃഖകരമായ അവസ്ഥയാണ്. എങ്ങനെയാണ് ജനനം ദുഃഖകരമായ അവസ്ഥ എന്ന് പറയാൻ പറ്റുന്നത്? അതായത് ഒരു കുഞ്ഞ് യൂട്രസിൽ, അതായത് ഒരു കുഞ്ഞ്, ഒരു എംബ്രിയോ, നമ്മൾ ഭ്രൂണം എന്ന് പറയും, അതൊരു യൂട്രസിൽ ജനനം എടുക്കുന്ന സമയത്ത് ഈ യൂട്രസിനകത്താണ് ഈ എംബ്രിയോ വളരുന്നത്. അപ്പോൾ അതിൽ കൂടുതലും സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടില്ല. ഈ മരണ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഒരുപാട് റിസർച്ച് ഒക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ ആർട്ടിക്കിളൊക്കെ നെറ്റിലൊക്കെ ഉണ്ട്. കാരണം ഈ മരണ സമയത്ത് മരണത്തെ അതിജീവിച്ച് വരുന്ന ആളുകളുമായിട്ടുള്ള പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആ സമയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി റിസർച്ച് നടന്നിട്ടില്ല. കാരണം നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അത് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഈ കുഞ്ഞിന് എത്രമാത്രം വേദന ഉണ്ടാവുന്നു എന്ന് പറയാൻ നമുക്കറിയാം. കാരണം കുഞ്ഞിന്റെ അമ്മയുടെ വേദന, അതായത് ഡെലിവറിയുടെ സമയത്തുള്ള വേദന നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനേക്കാൾ അല്ലെങ്കിൽ അതിനപ്പുറം വേദനയാണ് ഒരു കുഞ്ഞ് യൂട്രസിനകത്ത് ജന്മം കൊണ്ട് ഇത്രയും മാസം ആ യൂട്രസിനകത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം എന്ന് പറയുമ്പോൾ, അതായത് ഗരുഡ പുരാണത്തിലെ 16-ാം അധ്യായത്തില് ഭഗവാൻ മഹാവിഷ്ണു ഗരുഡനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഭ്രൂണം, അതായത് ഭ്രൂണം അതിന്റെ ഓരോ സ്റ്റേജസിലും ഡെവലപ്പായത് മുന്നോട്ട് വന്ന് എങ്ങനെയാണ് ഒരു അതായത് ഒരു മനുഷ്യ കുഞ്ഞായിട്ട് രൂപാന്തരം ഭാവിക്കുന്നതെന്ന്. അപ്പോൾ ആ ഗരുഡ പുരാണത്തിലെ 16-ാം അധ്യായം ആദ്യം ഞാൻ ഇവിടെ ഉൾപ്പെടുത്തണം എന്ന് വെച്ചതാണ്. പക്ഷെ അത് കൂടുതൽ നീണ്ടുപോകും. അപ്പൊ ഈ ഞാനൊരു ചെറിയൊരു ഇത് മാത്രം പറയാം. ഈ ഗരുഡ പുരാണത്തില് ഭഗവാൻ അതിനകത്ത് ഈ എംബ്രിയോയുടെ, അതായത് ഈ ഭ്രൂണത്തിന്റെ സ്റ്റേജസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇത്ര നാളാവുമ്പോൾ അതായത് ഈ ഭ്രൂണത്തിന് എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് വരുന്നത്, അത് കഴിഞ്ഞ് കുറച്ചും കൂടി നാളാവുമ്പോൾ വീണ്ടും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അത് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൈനക്കോളജിയിൽ, ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗൈനക്കോളജി ടെക്സ്റ്റിൽ എന്താണോ എംബ്രിയോക്ക്, അതായത് ഭ്രൂണത്തിന് മാറ്റം വരുന്നതിന്റെ അവസ്ഥയെ പറ്റി പഠിച്ചിട്ടുള്ളത്, അതായത് ആദ്യത്തെ ആഴ്ച എന്ത് സംഭവിക്കുന്നു, രണ്ടാമത്തെ ആഴ്ച എന്ത് സംഭവിക്കുന്നു, ആദ്യത്തെ മാസം എപ്പോഴാണ് കുഞ്ഞു വിരലുകൾ ഉണ്ടാവുന്നത്. കാരണം ആദ്യം നമ്മുടെ വിരലുകൾ ഇങ്ങനെയല്ല ഉണ്ടാവുന്നത്, അതിങ്ങനെ വെബ്ഡ് ആയിരിക്കും, അതായത് ഒന്നിച്ച് ചേർന്നിരിക്കും. പിന്നെയാണ് അതിന്റെ ഡിവിഷൻ വന്നിട്ട് ഓരോ വിരലുകളായിട്ട് മാറുന്നത്. ആദ്യം നമ്മൾ ഈ താറാവിന്റെ ഒക്കെ കാല് പോലെയാണ് കുഞ്ഞിന്റെ വിരലിരിക്കുന്നത്, പിന്നീടാണ് അത് വെബൊക്കെ മാറിയിട്ട് അങ്ങനെ ആവുന്നത്. അപ്പൊ അങ്ങനെ ഓരോ അവസ്ഥയും ഭഗവാൻ ഗരുഡ പുരാണത്തിൽ ഗരുഡനോട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുരാണത്തിൽ സയൻസ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇത് അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത്, കാരണം അതിൽ സയൻസ് ഇല്ല, ഒരു പുരാണത്തിലും നമുക്ക് സയൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ചും ഭഗവത്ഗീതയിൽ. അപ്പോൾ ഈ ഗരുഡ പുരാണം പോലുള്ള ഒരു അത്ര ഭഗവാൻ തന്നെ നേരിട്ട് ഗരുഡനോട് പറയുന്ന ഒരിടത്ത് അത് അന്ന് ഈ അപ്പം ആളുകൾ വിചാരിക്കും, അതായത് അവരാണ് കണ്ടുപിടിച്ചത് ഈ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ഇങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചത്. അതിനു മുന്നേ നമ്മുടെ പുരാണത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എപ്പോഴാണ് നമ്മുടെ നെർവസ് സിസ്റ്റം, നാഡീ നരമ്പുകൾ എപ്പോഴാണ് ഉണ്ടാവുന്നത്, എപ്പോഴാണ് നമ്മുടെ തലമുടി വരുന്നത്, ഇതൊക്കെ എങ്ങനെയാണോ അതായത് നമ്മൾ പഠിക്കുന്നത് ഒരു ഗൈനക്കോളജി ടെക്സ്റ്റ് ബുക്കിലുള്ളത്, അതുപോലെ ഗരുഡ പുരാണത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ജനനം എന്ന് പറയുന്ന പ്രോസസ്, അതായത് ജനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു അവസ്ഥ കുഞ്ഞിന് അത്രമാത്രം വേദനയുള്ളതാണ്. ജനിക്കുന്ന സമയത്ത് കുഞ്ഞിനുള്ള, അതിപ്പോൾ സിസേറിയൻ ബേബി ആയാലും നോർമൽ ഡെലിവറി ബേബി ആയാലും ജനിക്കുന്ന സമയം എന്ന് പറയുന്നത് ആ ആത്മാവിന് അല്ലെങ്കിൽ ആ കുഞ്ഞിന് അത്രത്തോളം വേദനയാണ്. അപ്പൊ അതിൽ പഠനങ്ങൾ നടന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അതിന്റെ റിസർച്ചും കാര്യങ്ങളും ഒന്നും വരാത്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ പറയുമ്പോൾ അർജുൻ ചോദിക്കുന്നു, അതായത് സ്വാഭാവികമായിട്ട് നമുക്കും തോന്നുന്ന ഒരു ചോദ്യമാണ് അർജുൻ കണ്ണന്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ കൃഷ്ണ എങ്ങനെയായിരിക്കും, അതായത് ഈ ഗുണങ്ങളെയൊക്കെ അതിക്രമിച്ച് ഗുണാതീതനായിട്ട് ഇരിക്കുന്ന ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും, അവരെന്ത് ആചാരമായിരിക്കും പിന്തുടരുന്നത്, അവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അപ്പം കാരണം അർജുൻ അതായത് നമ്മൾ ഈ ഭഗവത്ഗീതയുടെ ഈ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് ഈ ഒരു കറക്റ്റ് ഒരു ശ്ലോകത്തിലെത്തുമ്പോഴാണ് നമുക്കും അതേ ഡൗട്ട് തന്നെ വരും. അതായത് എങ്ങനെ നമ്മൾ ഈ ഗുണങ്ങളിൽ അതിജീവിച്ച ഒരാളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അവരുടെ ആചാരങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് അർജുൻ ഭഗവാനോട് ചോദിക്കുന്നു. അപ്പം ഭഗവാൻ അർജുനോട് പറയാണ്, അതായത് ആരാണോ സന്തോഷത്തിലും സുഖത്തിലും സന്തോഷത്തിലും ഈ മോഹത്തിലും, അതായത് പ്രവൃത്തിയിലും ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ദ്വേഷിക്കുന്നില്ല,
അതായത് ഒരാൾ അപ്പൊ നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുന്നു, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ നമ്മളുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള ആരെയും നമ്മൾ ദ്വേഷിക്കുന്നില്ല, അതായത് അവരോട് നമ്മൾ നന്നായിട്ട് പെരുമാറുന്നു. ഈ ഗുണങ്ങളെല്ലാം തനിയെ വർത്തിക്കുന്നു. അതായത് ഗുണങ്ങളെല്ലാം പ്രകൃതി, അതായത് ഭൗതിക പ്രകൃതിയിൽ നിന്നാണ് ഈ 3 ഗുണങ്ങളും വരുന്നത്. അതല്ലാതെ നമ്മളെ സ്വഭാവം എന്നൊക്കെ പറയും, അത് ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. അങ്ങനെ ഈ ഗുണങ്ങൾ തനിയെയാണ് വർത്തിക്കുന്നത്, അതായത് അത് ഭൗതിക പ്രകൃതിയുടെ ഭാഗമായിട്ട് തനിയെ ഉള്ളതാണ് ഈ ഗുണങ്ങൾ. അപ്പൊ ഈ 3ഉം ഇങ്ങനെ തനിയെ വർത്തിക്കുന്നു എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, അപ്പം ആരാണോ ഇങ്ങനെ മറ്റുള്ളവരെ ദ്വേഷിക്കാതിരിക്കുന്നത്, ആരാണോ ഈ ഗുണങ്ങൾ തനിയെ വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്, അതുപോലെ സമചിത്തതയോടുകൂടി ഭഗവാൻ ഒരുപാട് ചാപ്റ്ററിൽ അതായത് ഭക്തി യോഗം എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ ഒരുപാട് തവണ ഈ സമചിത്തതയുടെ കാര്യം ഒരുപാട് പ്രാവശ്യം ഭഗവാൻ അർജുന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് സമചിത്തത എന്ന് പറയുന്നത്? അതായത് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ, അതായത് ഉഷ്ണത്തിലും തീഷ്ണത്തിലും ഒരുപോലെ, ഉഷ്ണത്തിലും ശീതത്തിലും ഒരുപോലെ, അതായത് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഒരുപോലെ, നമുക്ക് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒരുപോലെ, ശത്രുവിനെയും മിത്രത്തിനും ഒരുപോലെ കണ്ട്, നിന്നയിലും സ്തുതിയിലും ഒരുപോലെ, അങ്ങനെ അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ ഇരിക്കുന്ന. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും, എങ്ങനെയാണ് ഇങ്ങനെ തികച്ചും, അതായത് സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരുപോലെ എങ്ങനെയാണ് നമുക്ക് ആവാൻ പറ്റുന്നതെന്ന്. അത് ഞാൻ എപ്പോഴും നേരത്തെയും ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എപ്പോഴാണോ ഭക്തിയിൽ പുരോഗമിക്കുന്നത്, നമുക്ക് പതുക്കെ ആ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പതുക്കെ നമുക്ക് ഈ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് വന്നാലും അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം വന്നാലും ഭക്തി, അതായത് ഭഗവാനോട് ചേർന്ന് അത്ര ഭക്തി ഭഗവാനിൽ അർപ്പിച്ച് ഇരിക്കുന്ന ഒരു ഭക്തന് പതുക്കെ ഈ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ കാണാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾക്കിപ്പോ ഭയങ്കരമായ ഭക്തിയാണെന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് ഭഗവാനോട് ഭയങ്കര ഭക്തി, ഇപ്പൊ നമുക്ക് ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ, നമുക്കൊരു അസുഖം വന്നിരിക്കട്ടെ, അപ്പൊ ആ അസുഖത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വേദന കാണും, ബുദ്ധിമുട്ട് കാണും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ ഭക്തരായിട്ടുള്ള ആളുകൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ദുഃഖം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഃഖമുണ്ടാവും. പക്ഷെ അവർക്ക് അതിനുള്ള ഒരു അതായത് അതിന്റെ ആഴം കുറവായിരിക്കും. അപ്പം ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. അതായത് ഭക്തിയിൽ പുരോഗമിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണിത്. ആദ്യമൊക്കെ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും നമുക്ക് അങ്ങനെ പറ്റുന്നത്. ചെറിയൊരു സന്തോഷവും ചെറിയ ദുഃഖവും ഒക്കെ വരുമ്പോൾ ദുഃഖിക്കാതിരിക്കാൻ പറ്റും ഭക്തരായിട്ടുള്ള ആളുകൾക്ക്. അതേസമയം അത് ഭക്തി പുരോഗമിക്കുന്ന സമയത്ത് വലിയൊരു ദുഃഖം വന്നാലും വലിയൊരു സന്തോഷം വന്നാലും നമുക്ക് സമചിത്തതയോടുകൂടി നിൽക്കാൻ പറ്റും. അങ്ങനെ ആരാണോ ഗുണങ്ങൾ തനിയെ വർത്തിക്കുന്നു എന്ന് കരുതി സമചിത്തതയോടുകൂടി ആരാണോ ഇരിക്കുന്നത്, അപ്പോൾ അവരെ നമുക്ക് ഗുണാതീതൻ എന്ന് പറയാമെന്ന് ഭഗവാൻ പറയുന്നു. കാരണം അവർ ഗുണങ്ങൾക്ക് അതീതമാണ്. അവർക്ക് സാത്വിക ഗുണവും വരുന്നില്ല, രജോ ഗുണം നമുക്കറിയാം, രജോ ഗുണത്തിന്റെ ഫലം ദുഃഖമാണ്. അപ്പൊ അവർക്ക് രജോ ഗുണവുമില്ല, തമോ ഗുണത്തിന്റെ ഫലം അജ്ഞാനമാണ്, അവർക്ക് അതുമില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം സമചിത്തതയോടുകൂടി എല്ലാ സിറ്റുവേഷനിലും നിന്ന് ചെയ്യുന്നത് ആരാണോ അവര് ഗുണത്തിനപ്പുറത്താണെന്ന് അറിയാം. അങ്ങനെയുള്ള ഒരാളെയാണ് ഗുണാതീതൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു സ്വാമിയോ സന്യാസിയോ ഒക്കെ എടുക്കുവാണെങ്കിൽ അവര് ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്നും നിന്നിട്ടായിരിക്കും അവരുടെ ഭക്തി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഫാമിലി അവർക്കൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം വന്നാലോ ദുഃഖകരമായിട്ടുള്ള കാര്യം വന്നാലോ ഒന്നും അവരെ ഇത് ബാധിക്കത്തേയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് നമുക്ക് ഗുണാതീതൻ എന്ന് പറയാൻ പറ്റുന്നത്. എന്നിട്ട് ഭഗവാൻ പറയാണ്, ആരാണോ എന്നെ വ്യതിചലിക്കാത്ത പൂർണ്ണ ഭക്തിയോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി എന്നെ അറിയുന്നത്, അതായത് ആരാണോ അങ്ങനെ ഇരിക്കുന്നത്, അവര് ഈ 3 ഗുണങ്ങളെയും അതിക്രമിച്ച് അതായത് ബ്രഹ്മപദത്തിൽ എത്തുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? ഗുണാതീതമായിട്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരബ്രഹ്മത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്ന യോഗികളൊക്കെ അവർ പരബ്രഹ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അതായത് യോഗ പ്രക്രിയകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനോട് ഭയങ്കരമായ ഭക്തി ചെയ്തിട്ട് അങ്ങനെ ഭഗവാനെ പൂർണ്ണ അർപ്പണം ചെയ്തിരിക്കുന്ന ആളുകൾ, ഗുണത്തിനെ അതീതമായി ഇരിക്കുന്ന ആളുകൾ, അവർ പരബ്രഹ്മത്തിൽ എത്തുന്നു. അങ്ങനെ പരബ്രഹ്മത്തിൽ എത്തുന്ന ആളുകൾ, അപ്പം ഭഗവാൻ അവിടെ പരബ്രഹ്മത്തിൽ എത്തുക എന്ന് പറയുന്ന അവസ്ഥയെ പറ്റി കുറച്ച് പറയുന്നുണ്ട്. ഈ പരബ്രഹ്മത്തിൽ എത്തുക എന്ന അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ്, ഞാൻ പറഞ്ഞ ഈ 3 ഗുണങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള നമ്മുടെ ആത്മാവ് അവിടെ നിത്യമായിട്ടുള്ള സന്തോഷം അനുഭവിക്കുന്നു. അപ്പം നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഭൗതികകരമായിട്ടുള്ള സന്തോഷമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ നോക്കും, അങ്ങനെ ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ നോക്കും. ആ സന്തോഷമല്ല, നിത്യവും പരമവുമായ സന്തോഷമാണ് പരബ്രഹ്മത്തിൽ ഉണ്ടാവുക. ഈ പരബ്രഹ്മത്തിൽ എത്തുന്ന സമയത്ത് അവിടെ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ സ്ഥലമാണ് ഈ പരബ്രഹ്മം. അവിടെ സന്തോഷം
സന്തോഷം ഉണ്ടാവും, അവിടെ നിത്യമായ സന്തോഷവും ഉണ്ടാവും, അവിടെ ധർമ്മവും ഉണ്ടാവും. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പരബ്രഹ്മത്തിൽ എത്തുമ്പോൾ, അതായത് ആധ്യാത്മിക ലോകങ്ങളിലെ ഒരു ഭാഗമായിട്ടാണ് പരബ്രഹ്മം വരുന്നത്. ഭഗവാന്റെ ധാമം അതും കഴിഞ്ഞിട്ടാണ്. ഭഗവാൻ ഈ ചാപ്റ്ററിൽ പരബ്രഹ്മം വരെ എങ്ങനെ എത്താമെന്ന് മാത്രമേ അർജുൻ്റെ അടുത്ത് പറയുന്നുള്ളൂ. അപ്പൊ ഈ പരബ്രഹ്മത്തിൽ എത്തുന്ന ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ഈ ടൈം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് രാവിലെ അതായത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടും വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ടൈം വെച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രകൃതി ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരില്ല. അപ്പോൾ ആധ്യാത്മിക ലോകങ്ങളിൽ സമയം എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ ഇല്ല. അതായത് ഭൗതികപരമായിട്ട് നമ്മൾ ബുദ്ധി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സമയമില്ലാത്തൊരു അവസ്ഥയെ പറ്റി ആലോചിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ പരബ്രഹ്മത്തിലെത്തിയ ആത്മാവ് പരമമായ സന്തോഷം അനുഭവിച്ച്, നിത്യമായ സന്തോഷം അനുഭവിച്ച്, കാരണം അവിടെ മാറ്റമില്ലാതെ എപ്പോഴും സന്തോഷമാണ്, സുഖമാണ്, അങ്ങനെ ധർമ്മത്തിന്റെ അധിഷ്ഠാനമാണ്. അങ്ങനെയുള്ള പരബ്രഹ്മത്തിലെത്തുന്നു. ആ പരബ്രഹ്മത്തിന്റെ അധിഷ്ഠാനവും ഞാനാകുന്നു. അതായത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഈ പരബ്രഹ്മം. അതായത് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഈ പരബ്രഹ്മത്തിന്റെ അധിഷ്ഠാനം എന്ന് പറയുന്നു. അപ്പോ ഈ ചാപ്റ്റർ, അതായത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആദ്യമേ പറയുന്നുണ്ട്, പ്രളയകാലത്ത് ദുഃഖിക്കേണ്ട, സൃഷ്ടികാലത്ത് ജനിക്കുകയും വേണ്ട. അതെന്തുകൊണ്ടാണ്? കാരണം പരബ്രഹ്മത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിലേക്ക് വരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഈ ഉപരി ലോകങ്ങളിലേക്കും അവർക്ക് പോകണ്ട. കാരണം സാത്വിക ഗുണമുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ഉപരി ലോകങ്ങൾ, ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാരണം ഈ സാത്വിക ഗുണത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കുമ്പോൾ അവരെവിടെയാണ് വീണ്ടും എത്തുന്നത്? ഉപരി ലോകങ്ങളിൽ. ഈ ഉപരി ലോകങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും വീണ്ടും പുണ്യം തീരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഭൂമിയിൽ തിരിച്ചു വരേണ്ടി വരും. അതല്ല, ഉപരി ലോകങ്ങളിൽ ചെന്നിട്ട് വീണ്ടും പുണ്യമാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് സാധ്യതയുണ്ട് പരബ്രഹ്മത്തിലെത്തി വീണ്ടും അവിടുന്ന് ഭഗവാന്റെ ധാമത്തിൽ എത്താനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ 14-ാം അധ്യായം കഴിഞ്ഞ് തൊട്ടടുത്ത അധ്യായം, അതായത് പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന ഒരു 15-ാം അധ്യായമുണ്ട്. അത് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, കാരണം ഞാൻ ഈ അടുത്ത് തന്നെ അത് ഗുരുവായൂർ പറഞ്ഞുകൊണ്ട് ഞാൻ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന ഈ എല്ലാ ഭക്തരോടും എനിക്കുള്ള ഒരു അഭ്യർത്ഥനയാണ്, 15-ാം അധ്യായം ഭഗവത്ഗീതയുടെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം. ഈ 15-ാം അധ്യായത്തിൽ ഭഗവാൻ ഇതിന്റെ തുടർച്ചയായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത് ഒരാത്മാവിന്. ഇപ്പൊ നമ്മൾ പരബ്രഹ്മം വരെ എത്തുന്ന കാര്യം മാത്രമേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അവിടുന്നും ഭഗവാന്റെ ധാമം, അതായത് ഗോലോക വൃന്ദാവനത്തിൽ എത്തുന്നതിനെ പറ്റിയിട്ടുള്ള അതിന്റെ അതായത് അത് നമ്മൾ ഇന്ദ്രിയങ്ങളെ എല്ലാം, ഇന്ദ്രിയ ഗുണങ്ങളെ എല്ലാം, ഇന്ദ്രിയ സുഖങ്ങളെ എല്ലാം ഛേദിച്ച് എങ്ങനെയാണ് ഭഗവാന്റെ ധാമത്തിൽ എത്തുന്നത്, ഭഗവാന്റെ ധാമം എങ്ങനെയുള്ളതാവുന്നു എന്ന് ഭഗവാൻ അതിൽ അർജുന് പുരുഷോത്തമ യോഗത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗം വായിക്കണമെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഞാൻ ഇനി അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് 17-ാം അധ്യായമായ ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന് പറയുന്ന അധ്യായമാണ്. അപ്പോൾ ഈ ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തില് അർജുൻ ചോദിക്കുകയാണ്, അതായത് ഈ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ 3 ഗുണങ്ങളും നേരത്തെ പറഞ്ഞു. അപ്പൊ ഭഗവാൻ അപ്പോൾ 3 ഗുണങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു ഞാൻ ഈ പറഞ്ഞ 14-ാം അധ്യായമായിട്ട് കുറച്ച് ബന്ധമുണ്ട് 17-ാം അധ്യായത്തിന്. അതിൽ അർജുൻ ചോദിക്കുകയാണ് എങ്ങനെയാണ്, അതായത് ഒരു വ്യക്തി, അതായത് ഒരു ഭക്തൻ ശാസ്ത്രവിധികൾ ഒന്നും കൂടാതെ, അതായത് ശാസ്ത്രവിധികൾ എന്ന് പറയുന്നത് നമ്മളുടെ പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന പോലെ ശാസ്ത്രവിധികൾ ഉണ്ട്. അപ്പോൾ ശാസ്ത്രവിധികൾ ഒന്നും അറിയാത്തൊരു ഭക്തൻ എന്നാൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഭഗവാനെ ആദരിക്കുന്ന സമയത്ത്, അതായത് യജിക്കുന്ന സമയത്ത് അവന്റെ ഭാവം എന്തായിരിക്കും എന്ന് അർജുൻ ചോദിക്കുന്നു. അതായത് ഒരു ഭക്തന് ശാസ്ത്രവിധി ഒന്നും അറിയില്ല, എന്നാൽ ഭഗവാനിൽ പൂർണ്ണ ഭക്തിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭക്തന്റെ ഭാവം എന്താണ്? അവരുടെ സാത്വിക ഭാവമാണോ, രജസാണോ, തമസാണോ എന്ന് അർജുൻ ചോദിക്കുന്നു. അപ്പം ഭഗവാൻ പറയാണ്, എല്ലാ ജീവാത്മാവിനും, അതായത് ജീവാത്മാവ് വിശ്വാസമുള്ളതാണ്. അതായത് ജീവാത്മാവിന് അതായത് ജീവാത്മാവിന് എപ്പോഴും ഒരു വിശ്വാസമാണ്. അപ്പോൾ ഏത് വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടാണോ ജീവാത്മാവ് ഇരിക്കുന്നത്, അതായത് ആത്മാവ് എങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നത്, അതായത് നമ്മളുടെ ജീവാത്മാവിന് ഭഗവാനോട് ചേർന്നിരിക്കുന്ന സമയത്ത് ഉപരി ലോകങ്ങളിലോ അതല്ല ഭൂമിയിലോ അതല്ല ഭൂമിക്ക് താഴെയുള്ള, അതായത് താഴോട്ടുള്ള ഏതെങ്കിലും പാതാളം പോലെയുള്ള ലോകങ്ങളിലോ അങ്ങനെ എവിടോട്ടെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നിയിട്ടാണ് ആത്മാവ് ജന്മം എടുക്കുന്നത്, ഭഗവാനിൽ നിന്ന് വിട്ടുവരുന്നത്. അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ ആത്മാവിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഭഗവത്ഗീതയുടെ പല ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ആത്മാവിന് അവന്റെ നിലനിൽപ്പനുസരിച്ച് ഓരോ വിശ്വാസം വരുന്നു. അപ്പൊ ഓരോ വിശ്വാസത്തിനനുസരിച്ച് എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസം തന്നെ ആയിത്തീരുന്നു ഒരു
ആത്മാവ്. അപ്പൊ നമ്മൾ ഈ ചില കോട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ എന്താണോ വിശ്വസിക്കുന്നത് അതായിത്തീരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോട്സ് ഒക്കെ വായിക്കാൻ നമുക്ക് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഈ കോട്സും ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, അതായത് ജീവാത്മാവിന് ഓരോ വിശ്വാസമുള്ളതായിരിക്കും, തന്റെ നിലനിൽപ്പനുസരിച്ച് ജീവാത്മാവ് ആ വിശ്വാസം സെലക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് വിശ്വാസമാണോ ഒരു ജീവാത്മാവിനുള്ളത് ആ ജീവാത്മാവ് അതായിത്തീരുന്നു. അതായത് ഇപ്പം നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ മഴ പെയ്യും എന്ന് ഭയങ്കരമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പലവട്ടം എല്ലാവർക്കും അനുഭവം ഉണ്ടായി കാണും, ഭയങ്കരമായി വിശ്വസിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെയ്യുമായിരിക്കും. അപ്പൊ അതുപോലെ നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവാത്മാവ് അതിന്റെ വിശ്വാസത്തിനനുസരിച്ച് അത് ആയിത്തീരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് ഭഗവാൻ പറയാണ്, അതായത് സ്വാത്വിക ഗുണമുള്ളവർ ദേവന്മാരെ ആദരിക്കുന്നു. അത് സ്വാത്വികവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാത്വിക ഗുണങ്ങൾ ഉള്ള ആളുകൾ ദേവന്മാരെ, അതായത് രജോ ഗുണത്തിലുള്ളവർ ആരെയാണ് ആദരിക്കുന്നത്? അവര് യക്ഷന്മാരെയും രാക്ഷസന്മാരെയും ആദരിക്കുന്നു. അപ്പൊ ഈ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും ആദരിക്കണം എന്നില്ല, അതായത് അവർക്ക് അതോട് ഭക്തി ഉണ്ടാവണം എന്നില്ല, അവർക്കും ദേവന്മാരെ ആദരിക്കാം. അതുപോലെ പക്ഷെ തമോ ഗുണമുള്ളവർ ഭൂതപ്രേതാദികളെ ആദരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? അതായത് നമുക്കറിയാം ചില അക്രമങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഈശ്വരനിലും ഭക്തിയില്ല, അവർക്ക് അതായത് സ്വന്തമായിട്ട് ഒരു വിശ്വാസമില്ല, ഒരു മതത്തിലും അവർ വിശ്വസിക്കുന്നില്ല, അതായത് നമ്മൾക്കുപരി ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ അവർ വളരെ, അതായത് ഈ ഭഗവാൻ പറഞ്ഞ പോലെ ഭൂതപ്രേതാദികൾ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ വിശ്വാസം തികച്ചും വ്യത്യാസമാണ്. അവരെന്തൊക്കെയോ കാര്യങ്ങളിൽ വിശ്വസിച്ച് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ അതിനകത്ത് പറയുന്നുണ്ട് ഈ 3 ഗുണങ്ങളുള്ള ആളുകളും എന്താണ് വിശ്വസിക്കുന്നതെന്ന്. എന്നിട്ട് ഭഗവാൻ പറയാണ്, അതായത് ആരാണോ അഹങ്കാരത്തോടെ അപക്വ ബുദ്ധികളായിട്ടുള്ള ആളുകൾ, ഈ തമോ ഗുണമുള്ളവരാണെന്ന് തന്നെ വെച്ചോളൂ, ഈ അപക്വ ബുദ്ധി എന്ന് പറയാം, അവർക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ അവരുടെ ബുദ്ധിയുടെ അവരതിനകത്തേക്ക് ബുദ്ധി ഉപയോഗപ്പെടുത്താതെ അപക്വ ബുദ്ധിയുള്ള ആളുകൾ അഹങ്കാരത്തോടെ അത്യാഗ്രഹത്തോടെ അവരെന്താ ചെയ്യുന്നത്? അതായത് ശരീരത്തിൽ ഇരിക്കുന്ന പഞ്ചഭൂതങ്ങളെ, നമുക്കറിയാം നമ്മുടെ ശരീരം 5, അതായത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ശരീരം. ഈ പഞ്ചഭൂതങ്ങളെയും ശരീര അന്തർഭാഗത്തിൽ ഇരിക്കുന്ന എന്നെ തന്നെയും, അപ്പൊ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ, അതായത് ജീവാത്മാവ് ആയിട്ടിരിക്കുന്നത് പരമാത്മാവിൽ നിന്ന് വിട്ടു വന്നതാണ്, അപ്പൊ ഭഗവാന്റെ അംശം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അഹങ്കാരമുള്ള ആളുകൾ, അതായത് അത്യാഗ്രഹമുള്ള അപക്വ ബുദ്ധി, അതായത് ബുദ്ധി നേരെ പ്രയോഗിക്കാത്ത ആളുകൾ ഈ പഞ്ചഭൂതങ്ങളെയും ശരീരത്തിന്റെ അന്തർഭാഗത്തിലിരിക്കുന്ന എന്നെ തന്നെയും ദുഃഖിപ്പിച്ചുകൊണ്ട് വർത്തിക്കുന്നു. പ്രഭാഷണം ബാക്കി തുടരുകയാണ്. അപ്പോൾ ഞാൻ പ്രഭാഷണം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, അതായത് സാർ എന്നോട് 7:20 ഇത് വരെ സമയമുള്ളൂ, അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചു, ഭഗവാനെ ഭഗവത്ഗീതയാണല്ലോ പറയുന്നത്, അപ്പോൾ ഈ 2ാമത്തെ ചാപ്റ്ററിന്റെ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരുമല്ലോ, 7:20 വരെ സമയം തന്നിട്ടുള്ളൂ, അപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് കറണ്ട് പോയത്. അപ്പൊ ഈ കറണ്ട് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ 7:20 വെച്ച് അവിടെ വെച്ച് നിർത്തേണ്ട വന്നേനെ, അതായത് ഭഗവത്ഗീതയുടെ ആ അധ്യായത്തിന്റെ പകുതി വെച്ച് ഞാൻ നിർത്തേണ്ട വന്നേനെ. അപ്പൊ അത് വന്നപ്പോഴാണ് എനിക്കൊരു നേരത്തെ വന്ന ഒരു കൃഷ്ണാനുഭവം, അത് ഞാൻ ഇവിടെ പറയണമെന്ന് വെച്ചതല്ല, പക്ഷെ ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായ ഒരു കൃഷ്ണാനുഭവം, അതായത് ഇവിടെ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഭഗവാനാണ്. അപ്പൊ ഞാനിപ്പോ ഈ ചിന്തിച്ചപ്പോഴാണ് കറണ്ട് പോയത്, അതുകൊണ്ടാണ് ഇതിന്റെ ബാക്കി പറയാനായിട്ട് അവസരം കിട്ടിയത്. അപ്പോൾ ഒരു കൃഷ്ണാനുഭവം കൂടെ ഞാൻ ഇവിടെ പറയുന്നു, അതെനിക്കിപ്പം ഓർമ്മ വന്നതാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ ഗുരുവായൂർ പോയ സമയത്ത് അവിടെ മണ്ഡലകാലമായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ മണ്ഡലകാല സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ നമ്മൾ പോയി നോർമൽ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, അതായത് അവിടെ നമുക്ക് ദർശനം കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് അപ്പം കൃഷ്ണനാട്ടം, അതായത് ഒരു ദിവസത്തെ അന്ന് രാത്രിയിലെ കൃഷ്ണനാട്ടം 2 മണി വരെ കണ്ടിട്ട്, അപ്പോൾ 11 മണി തൊട്ട് 2 മണി വരെയാണ് കൃഷ്ണനാട്ടം. അങ്ങനെ ഈ 2 മണി വരെ കൃഷ്ണനാട്ടം കണ്ടിട്ട് ഞങ്ങൾ ഓർത്തു ശരി എന്നാൽ നമുക്ക് നിർമാല്യം തൊഴാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കൃഷ്ണനാട്ടം കണ്ടു കഴിഞ്ഞിട്ട് നേരെ 2 മണി കൃഷ്ണനാട്ടം കഴിയുന്നതും അപ്പൊ തന്നെ ക്യൂവിൽ വന്നിട്ട് നിർമാല്യം കാണാനായിട്ട് നിന്നു. അപ്പോൾ ഈ നിർമാല്യം തൊഴാനായിട്ട് നിന്നത്, അപ്പോൾ അതായത് നിർമാല്യത്തിന്റെ ക്യൂ ഉണ്ട്, അങ്ങനെ 2 മണിക്ക് നിന്ന ക്യൂ 4:15 വരെ ആ ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നിർമാല്യം തൊഴുതിറങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും തോന്നി, അപ്പൊ നോക്കിയപ്പോൾ ക്യൂവിൽ അധികം തിരക്കില്ലാത്ത പോലെ തോന്നി. അപ്പൊ എനിക്ക് വീണ്ടും തോന്നി ഒന്നും കൂടെ കണ്ണനെ കണ്ടാലോ എന്ന് തോന്നിയിട്ട് ഈ നിർമാല്യം തൊഴുതിറങ്ങിയതിന് ശേഷം വീണ്ടും ക്യൂവിലൂടെ ഒന്നും കൂടി നിന്നു. അപ്പോൾ തലേദിവസം രാത്രി
അതായത് രാത്രി 8 മണിക്ക് അമ്പലത്തിൽ വന്നതാണ്. അതിനുശേഷം കൃഷ്ണനാട്ടം 2 മണിവരെ കണ്ടു. അതിനുശേഷം നിർമാല്യം 2 മണി തൊട്ട് 4 മണി വരെ ക്യൂവിൽ നിന്ന് കണ്ടു. ഈ നിർമാല്യം 4:15 ഇറങ്ങിയിട്ട് വീണ്ടും ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പൊ അത്രയും മണിക്കൂറുകളായി എന്ന് ഓർക്കണം. അപ്പൊ അതിന് തൊട്ട് മുമ്പേ, ആ സമയത്ത് കയറുന്നതിന്റെ തൊട്ട് മുമ്പേ തലേ ദിവസം കിട്ടിയ ഗുരുവായൂർ അമ്പലത്തിലെ പാൽപ്പായസം അതിന്റെ ബാക്കി വന്നത് കുടിച്ചിട്ടാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ക്യൂവിൽ ഇങ്ങനെ മണ്ഡലകാലം ആയതുകൊണ്ട് ഈ ക്യൂ ഇങ്ങനെ നീണ്ടു പോയി. അങ്ങനെ ഏകദേശം ഒരു 2.5 മണിക്കൂറായി. അതായത് ഒരു 4:15 തൊട്ട് അതായത് ഒരു 6:15 ദർശനം കിട്ടുന്നില്ല. കാരണം അവിടെ എന്തോ പൂജയായിട്ട്, അതായത് സ്വാമിമാരെയാണ് അവർ ആദ്യം പ്രയോറിറ്റി ബേസിസിൽ കയറ്റി വിടുന്നത്. പിന്നെ എന്തോ പൂജയും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും താമസിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. അതായത് കാരണം കണ്ണന്റെ പാൽപ്പായസമാണ് കുടിച്ചിട്ടാണ് ക്യൂവിൽ നിന്നത്. അപ്പൊ ഭയങ്കര ദാഹം. അപ്പൊ ഞാൻ ദാഹിക്കാനായിട്ട് നമുക്ക് ഒരു വഴിയില്ല വെള്ളം കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ ചുറ്റും നോക്കി, ആരുടെയും കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ പോലും ഇല്ല. കുഞ്ഞുങ്ങളുള്ള അച്ഛന്റെ അമ്മയുടെ കയ്യിൽ ഒന്നും വാട്ടർ ബോട്ടിൽ ഇല്ല. അവിടെ സാധാരണ ഗുരുവായൂർ വെള്ളം കൊണ്ടുവരുന്നതാണ് ക്യൂവില്. അപ്പൊ അവിടെ എങ്ങും വെള്ളം കിട്ടാനായിട്ട് ഒരു സൊല്യൂഷൻ പോലും ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് നേരം, അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണനോട് വെറുതെ പറഞ്ഞു, മുമ്പേ ഇപ്പൊ പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞ പോലെ, കണ്ണ ഇത് 7:20 പൂജയുടെ സമയത്ത് നിന്ന് പോകുമോ എന്ന് വിചാരിച്ച പോലെ ഞാൻ കണ്ണനോട് പറഞ്ഞു. കണ്ണനോട് വെറുതെ നമ്മൾ സംസാരിക്കുന്ന പോലെ കണ്ണനോട് ഞാൻ പറഞ്ഞു, കണ്ണ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഇനി 1 മണിക്കൂറല്ല 1-2 മണിക്കൂർ വേണമെങ്കിലും ക്യൂവിൽ നിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാൻ വെള്ളം വേണം എന്നിപ്പം എന്റെ കൂടെ അമ്മയാണ് നിൽക്കുന്നത്. ആ സമയത്ത് അച്ഛൻ ആ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഇത്രയും മണിക്കൂറുകളായി. അപ്പോ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തന്നെ മറന്നുപോയി. കാരണം വെള്ളം കിട്ടാനായിട്ട് അവിടെ ഒരു വഴിയില്ല ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ അടുത്തെങ്ങും. കാരണം ക്യൂവിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ അത് ബുദ്ധിമുട്ടുമാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇത് മറന്നുപോയി. അപ്പൊ നമുക്കറിയാം ഗുരുവായൂർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ട് സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു, വെള്ളം ദാഹിക്കുന്ന കാര്യം മറന്നുപോയി. എന്നാൽ ഭയങ്കരമായ ദാഹമുണ്ട്, ക്യൂവിൽ നിൽക്കാനേ പറ്റുന്നില്ല, വെള്ളം കിട്ടാതെ ക്യൂവിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ക്യൂവിൽ ഒരു കുട്ടിയും അതിന്റെ അച്ഛനും അമ്മയാണ് തൊട്ടപ്പുറത്തെ ക്യൂവിൽ. ഞാൻ ഇതിവിടെ പറയണമെന്ന് വെച്ച കാര്യമേ അല്ല, നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ തൊട്ടപ്പുറത്തെ ക്യൂവിൽ ഇവരാണ് നിൽക്കുന്നത്. വേറെ അവിടെ ഉള്ള ആളുകളെയൊക്കെ നമുക്കറിയാം, കാരണം നമ്മൾ കുറെ നേരം കൊണ്ടേ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യൂ നീങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഒരു അങ്കിൾ, അതായത് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ട്, അതായത് ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴയ പോലത്തെ ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് ഒരു ഹൈറ്റ് ഉള്ള ഒരു അങ്കിൾ വന്നിട്ട്, അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ കൈ ചൂണ്ടി ചോദിച്ചു, വെള്ളം വേണോ എന്നിങ്ങനെ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഈ അശരീരിയൊക്കെ കേൾക്കുന്ന പോലെ ചാടി എണീറ്റിട്ട് ഞാൻ പറഞ്ഞു, വെള്ളം വേണം. അപ്പൊ ഞാൻ ആ സമയത്ത് നമുക്കത് ഓർമ്മ വരില്ല. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതെന്താണ് സംഭവം എന്ന് രജിസ്റ്റർ ആയത്. ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യം. വെള്ളം വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചാടി എണീറ്റ് പറഞ്ഞു, വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഈ അങ്കിൾ ഇപ്പൊ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരാണ്? ഈ അങ്കിളിനെ ഞാൻ അത്രയും സമയം, എന്റെ തൊട്ടപ്പുറത്തെ ക്യൂ ആണ്, ഞാനും കണ്ടിട്ടില്ല, അമ്മയും കണ്ടിട്ടില്ല, തൊട്ടപ്പുറത്തെ ക്യൂ ആണ്. അത്രയും സമയം അവിടെ ഇല്ലാത്ത ഒരാളെ എന്നോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്, വെള്ളം വേണോ? ഞാൻ വെള്ളം വേണം എന്ന് പറഞ്ഞ് ചാടി എണീറ്റു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഞാൻ കൊണ്ടുവരാട്ടോ, അതായത് തൃശ്ശൂർ ഭാഷയാണ് പറയുന്നത്, ഇപ്പൊ ഞാൻ കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന കണ്ടു. അതിനുശേഷം ഞാൻ കണ്ടില്ല, അദ്ദേഹം അങ്ങോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വലിയ ഗ്ലാസ്സിൽ വെള്ളമായിട്ട് എനിക്ക് വന്നു. എന്നിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ട്, കാരണം എന്റെ തൊട്ട് ഫ്രണ്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്, തൊട്ട് ബാക്കിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അവർക്ക് അങ്ങനെ ദാഹിച്ചല്ലോ. ഞാൻ കുറച്ച് കുടിച്ചിട്ട് ഇവരോടൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് വെള്ളം വേണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും എന്നോട് വെള്ളം വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഈ അങ്കിൾ എന്നോട് പറയാണ്, ആ സാരില്ല, മുഴുവൻ കുടിച്ചോളൂ, അത് ഫിനിഷ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കുടിച്ചിട്ട് എൻ്റെ ഗ്ലാസ് മേടിച്ച് പിടിച്ചേക്കാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് പേരെന്താണ്? അപ്പൊ എന്നോട് ചോദിച്ചു, സ്ഥലം എവിടെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കൊട്ടാരക്കരയാണ്. അവിടെ ഗണപതി അമ്പലം ഇല്ലേ, അവിടെ ഉണ്ണിയപ്പം കിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, അവിടെ ഉണ്ണിയപ്പം ഉണ്ട്. എനിക്കറിയാട്ടോ, അവിടുത്തെ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്കിളുടെ വീട് എവിടെയാണ്? സാധാരണ നമുക്ക് പരിചയമില്ലാത്ത ആളുകളോടൊന്നും നമ്മൾ സംസാരിക്കാറില്ല. പക്ഷേ ഇതിപ്പം എനിക്ക് വെള്ളം തന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്കിളുടെ വീട് എവിടെയാണ്? അപ്പൊ എന്നോട് പറഞ്ഞു, ഇവിടെ അപ്പുറത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, ഞാൻ പണ്ട് എൻട്രൻസ് പഠിക്കുന്ന സമയത്ത് ഞാൻ തൃശ്ശൂരായിരുന്നു, അപ്പൊ എനിക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ അറിയാം, എന്നാലും അപ്പൊ അങ്കിളുടെ വീട് എവിടെയാ എന്ന് ഞാൻ ഒന്നും കൂടി ചോദിച്ചു. ഇതിവിടെ അപ്പുറത്ത് എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും എന്നോട് സ്ഥലം പറയുന്നില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദിച്ചു, അങ്കിളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോ വീണ്ടും എന്നോട് പറഞ്ഞു, ഇവിടെ അപ്പുറത്താണ് എന്റെ വീട് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്നും ചോദിച്ചില്ല. അപ്പൊ എന്നോട് എന്നിട്ട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് വരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ? അത് ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വരാറുണ്ട്, പോയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അതായത് വീണ്ടും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിച്ചു. അതായത് എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അതപ്പോഴത്തേക്കിന്
എത്ര സമയമായെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണി ആവാറായി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ എന്നോട് പേരെന്താന്നൊക്കെ ചോദിച്ചു. അത് 7 മണി ആവാറായി. അപ്പൊ എന്നോട് പറഞ്ഞു, തൃതീയ ഞാൻ പോവാട്ടോ, എനിക്ക് ഡ്യൂട്ടി ഉണ്ട് 7 മണിക്കെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ 7 മണിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്കിളിന് ഇപ്പം എനിക്കറിയില്ല, ആ സമയത്ത് എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി. നമുക്ക് പരിചയമില്ലാത്ത ആളോട് നമ്മൾ ചോദിക്കില്ല. എന്നാലും ഞാൻ ചോദിച്ചു, അങ്കിളിന് ഇപ്പൊ എവിടെയാണ് ഡ്യൂട്ടി? 7 മണിക്ക് ഡ്യൂട്ടിയോ, ഇപ്പൊ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതിപ്പോ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, കയറിയേ പറ്റുള്ളൂ, എന്നാൽ ഞാൻ പോട്ടേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്കിൾ ക്യൂ നിന്നതല്ലേ, എന്തായാലും ഇനി തൊഴുതിട്ട് പോയാൽ മതി, ഇത്രയും ലേറ്റായി, അപ്പൊ ഇനി തൊഴുതിട്ട് പോയാൽ മതി, എന്തിനാണ് ക്യൂ നിന്ന് ഇറങ്ങുന്നത്? അപ്പൊ എന്നോട് പറയാണ്, ഉള്ളിലിരിക്കുന്ന ആൾക്ക് എല്ലാം അറിയാം, ഭഗവാൻ എല്ലാം അറിയാലോ, നമ്മൾ ഭഗവാനോട് ഒന്നും പറയേണ്ട കാര്യമില്ല, ഭഗവാൻ ഇതെല്ലാം അറിയാലോ, ഭഗവാൻ കാണുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ ഇറങ്ങാട്ടോ, എനിക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ ക്യൂന്ന് ഫ്രണ്ടിലോട്ട് പോയി. അദ്ദേഹം ക്യൂവിന് ഫ്രണ്ടിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും മണിക്കൂറുകളായിട്ട് ഏകദേശം 5 മണിക്കൂറായപ്പോഴത്തേക്കിന് ഈ ആളുകളെല്ലാം വളരെ അക്ഷമരായിട്ട് ഇങ്ങനെ നിൽക്കാണ്, അത് തുറക്കുന്നുമില്ല. അപ്പൊ അപ്പോഴത്തേക്ക് സ്വാമിമാരുടെ ക്യൂവും ക്ലോസ് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവിടെ നിൽക്കുന്ന എല്ലാവരോടായിട്ട് പറഞ്ഞു, ആരും ഇറങ്ങണ്ടാട്ടോ, ഇപ്പൊ നട തുറക്കും, ഇറങ്ങണ്ട, ഇപ്പൊ നട തുറക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം നിന്നില്ല, ഇദ്ദേഹം പോയി. അപ്പോ ആ സമയത്ത് നമുക്ക് ഇതൊന്നും രജിസ്റ്റർ ആവില്ല. കാരണം അതായത് ഞാൻ ഭഗവാനോട് ഇത്രേ പറഞ്ഞോളൂ, കണ്ണാ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 1 അല്ല 2 മണിക്കൂർ നിൽക്കായിരുന്നു. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമല്ല, അതായത് ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കൃഷ്ണാനുഭവം. അപ്പൊ ഞാൻ ഇത് എവിടെയും പറയണം എന്ന് വെച്ചതല്ല, പ്രഭാഷണത്തിനിടയ്ക്ക് ഞാൻ ഓർത്തു, അയ്യോ 7:20 പൂജയുണ്ടല്ലോ, ഇത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ കണ്ണൻ നമ്മളോടത്ത് ലീലകൾ ചെയ്യാറുണ്ട്. കണ്ണൻ എപ്പോഴും, അതായത് കണ്ണന്റെ ഭക്തരായിട്ടുള്ള ആളുകളുടെ അടുത്ത് കണ്ണൻ ലീലകൾ ചെയ്യാറുണ്ട്. അപ്പൊ കണ്ണന്റെ ലീലകൾ ചില സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. കണ്ണനോട് അത്ര ഭക്തി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കണ്ണന്റെ ലീലകൾ, അതായത് എന്നോട് വെള്ളം ചോദിക്കാം. അപ്പം എനിക്ക് ആ സമയത്ത് ആരോ, എന്നാലും ഞാൻ അപ്പൊ ഓർത്തു, ഇത്രയും നേരം ക്യൂവിൽ ഇല്ലാത്ത ആളാണല്ലോ എനിക്ക് വെള്ളം തന്നത് എന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ണൻ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, കാരണം ആ പറഞ്ഞ പോലെ ഭഗവാൻ എല്ലാം അറിയാം, ഭഗവാൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എപ്പോഴാണോ നമുക്കൊരാവശ്യം വരുന്നത് എന്ന് പറയും, നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഭഗവാൻ, അതായത് കൃഷ്ണൻ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതായത് കണ്ണന്റെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ ഒരുപാട് കൃഷ്ണാനുഭവം പറയാനായിട്ട് കാണും. അപ്പൊ ഞാൻ ഭഗവത്ഗീതയുടെ പറഞ്ഞതിന്റെ ബാക്കി, ആ അധ്യായത്തിന്റെ ബാക്കി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം നിർത്തുന്നു. അപ്പം ഭഗവാൻ പറയാണ്, ഇനി അത് അടുത്തതായിട്ട് ഭഗവാൻ പറയാണ്, അതായത് വാക്ക്, ശരീരം, മനസ്സ് എന്നൊക്കെ ഇത് മൂന്നും സംബന്ധിച്ചിട്ടുള്ള തപസ് എന്താണെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിൽ ആദ്യമായിട്ട് ഭഗവാൻ പറയുന്നു, അതായത് ശരീര സംബന്ധമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത്, അതായത് ശുചിത്വം. നമുക്ക് ആദ്യം വൃത്തി ഉണ്ടാവണം. അതായത് ഭഗവാൻ ഒന്ന് ഓർത്തു നോക്കൂ, ഭഗവത്ഗീതയിൽ അർജുന് യുദ്ധത്തിന് നിൽക്കുന്ന അർജുന്റെ അടുത്ത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം ഭഗവാൻ ഇല്ല. അപ്പോ ഇത് വായിക്കുന്ന, അതായത് ഭഗവത്ഗീത വായിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്, ശരീര സംബന്ധമായ തപസ് എന്ന് പറയുന്നത് ശുചിത്വം ഉണ്ടാവണം. ആദ്യമായി ശരീരത്തിന് ശുചിത്വം ഉണ്ടാവണം, അതുപോലെ ലാളിത്യം ഉണ്ടാവണം. പിന്നെ അതായത് പരമപുരുഷൻ, അതായത് സർവേശ്വരൻ ഭഗവാൻ, ഗുരു, അതുപോലെ തന്നെ ആരാധ്യ പുരുഷൻ. ആരാണ് ആരാധ്യ പുരുഷൻ എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ വലിയ യോഗികളെ, മുനികളെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ബഹുമാനം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഈ ആരാധ്യ പുരുഷൻ, പരമപുരുഷൻ, ഗുരു എന്നിവരോടുള്ള ബഹുമാനം ഉണ്ടാവണം, നമുക്ക് ശുചിത്വം ഉണ്ടാവണം, ലാളിത്യം ഉണ്ടാവണം. അപ്പോൾ അപ്പോഴാണ് ശരീര സംബന്ധമായ തപസ് ആവുന്നത്. അപ്പൊ ഞാൻ ഇത് പറയുന്ന സമയത്ത് നമുക്ക് ആലോചിച്ച് നോക്കാം, നമ്മൾക്ക് ശരീര സംബന്ധമായ തപസ് ഉള്ള ആളുകളാണെന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ. ഇനി വാക്ക് സംബന്ധമായിട്ടുള്ള തപസ് എന്താണ്? അതായത് വാക്ക് സംബന്ധമായ തപസ് എന്ന് പറയുന്നത് അന്യർക്ക് ദോഷം സംഭവിക്കാത്ത രീതിയിൽ അവർക്ക് പ്രിയമായതും അവർക്ക് നല്ലത് വരുത്തുന്നതും അവർക്ക് പ്രിയമായതും, അതായത് നമ്മളൊരു വാക്ക് ഒരാളോട് പറയുമ്പോൾ, നമ്മൾ എന്തുമായിക്കോട്ടെ, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പ്രിയമായത്, അതായത് നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ഇഷ്ടപ്പെടണം, അവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പറയുന്നത്, അവരുടെ നല്ലതിന് വേണ്ടിയിട്ടും അവർക്ക് പ്രിയമായതും, അതുപോലെ അതായത് വേദശാസ്ത്രാനുശീലവും, അതായത് വേദത്തിലും ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് വാക്ക് സംബന്ധമായ തപസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണോ, അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണോ നമ്മൾ വാക്കുകൾ പറയുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരോട് സംസാരിക്കുമ്പോഴാണ് വാക്ക് സംബന്ധമായിട്ടുള്ള തപസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി മനസ്സ് സംബന്ധമായിട്ടുള്ള തപസ് എന്താണ്? അതായത് മനഃപ്രസാദം, അതായത് ആത്മസംയമനം, സ്വഭാവ സംശുദ്ധി, ഇതൊക്കെയാണ് മനസ്സ് സംബന്ധമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത്. മനഃപ്രസാദം എന്ന് ഭഗവാൻ എന്തിനാണ് അവിടെ പറഞ്ഞത്? അതായത് നമ്മള് ഭൗതികപരമായിട്ടുള്ള നമ്മൾ ഭൂമിയിൽ ജനിച്ച ജീവാത്മാക്കളാണ്, മനുഷ്യരൂപമാണ് നമുക്കുള്ളത്. അപ്പോ അതിനകത്ത് മനഃപ്രസാദം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ബുദ്ധിമുട്ടാണ് എപ്പോഴും മനഃപ്രസാദം ഉള്ളവരായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴും
എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സങ്കടം വരുമായിരിക്കും, ചിലപ്പോൾ നമുക്ക് ദുഃഖം സന്തോഷം വരുമായിരിക്കും. അതൊന്നും ഇല്ലാതെ, അതായത് മനഃപ്രസാദം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ, അതായത് നമ്മൾ ഒരുപാട് ചിന്തിച്ച് ടെൻഷൻ ആവാതെ ദുഃഖിക്കാതെ മനഃപ്രസാദത്തോടെ ആരാണോ ഇരിക്കുന്നത്, ആർക്കാണോ ആത്മസംയമനം ഉള്ളത്, അതായത് നമ്മൾക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാൻ തോന്നിയാലും റിയാക്ട് ചെയ്യാതിരിക്കുക, ആത്മസംയമനം, സ്വഭാവ സംശുദ്ധി, ഇതൊക്കെയാണ് മനസ്സ് സംബന്ധമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പിന്നെ അർജുന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ആരാണോ, അതായത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി യോഗ്യരായിട്ട് ഇരിക്കുന്ന ആളുകൾ ആരാണോ യജ്ഞം ചെയ്യുന്നത്, അതായത് യജ്ഞമോ തപസ്സോ ചെയ്യുന്നത്, അവരുടെ തപസ് എന്ന് പറയുന്നത് സാത്വികമായ തപസ്സാവുന്നു. അതായത് വെറുതെ ഒരാൾ തപസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാത്വികമായ തപസ് അല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന തപസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് അതായത് യോഗ്യരായിരിക്കണം, ആദ്യം അത് ചെയ്യാൻ യോഗ്യരായിരിക്കണം, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യണം, ഫലേഷ്ടം ഉണ്ടാവരുത്, അതായത് നിന്നെ ഫലം ലഭിക്കണം എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒരു തപസ്സോ യജ്ഞമോ ചെയ്യാൻ പാടില്ല. അപ്പോഴാണത് സാത്വികമായ തപസ്സാവുന്നത്. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട് ദാനം. നമ്മളെല്ലാവരും ദാനം ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ദാനത്തിന് ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ദാനം ചെയ്യുന്നത്. ഈ ദാനം തന്നെ 3 തരത്തിലുണ്ട്. അതായത് സാത്വികമായിട്ടുള്ള ദാനമുണ്ട്, രജസ് വരുന്ന ദാനമുണ്ട്, തമസ് വരുന്ന ദാനമുണ്ട്. എങ്ങനെയാണ് സാത്വികമായിട്ടുള്ള ദാനം വരുന്നത്? അതായത് ഫലമൊന്നും, മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫലമൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കർത്തവ്യമാണ് ഇന്ന ആളിന് ദാനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് യോഗ്യമായിട്ടുള്ള സ്ഥലത്തും യോഗ്യമായിട്ടുള്ള പാത്രത്തിലും ചെയ്യുന്ന ദാനമാണ് സാത്വികം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുന്ന സമയത്ത് അവരെ യോഗ്യരാണോ, ആ ദാനത്തിൽ നിന്ന് ദാനം കൊടുക്കുന്നതിൽ യോഗ്യരാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ദാനം കൊടുക്കേണ്ട സാഹചര്യമാണോ, അതായത് സന്ദർഭമാണോ, സാഹചര്യമാണോ, സ്ഥലമാണോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുന്നു, അവരത് മറ്റുള്ളവരുടെ ദ്രോഹത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ദോഷം നമുക്കൂടെയാണ്. അപ്പം യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് യോഗ്യമായ സ്ഥലത്തും സന്ദർഭത്തിലും യോഗ്യമായ പാത്രത്തിലും ചെയ്യുന്ന ഫലമിച്ഛിക്കാതെ ചെയ്യുന്ന ദാനമാണ് സാത്വികമായിട്ടുള്ള ദാനം. ഇനി രജോ ഗുണത്തിലുള്ള ദാനം എന്താണ്? അതായത് ഫലം ഇച്ഛിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പുണ്യം ലഭിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ, അതായത് ചിന്തയോടുകൂടി ചെയ്യുന്ന ദാനം. അത് മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ നമുക്ക് മടിയോടുകൂടിയുള്ള ദാനം. ഇപ്പൊ നമ്മൾ ചില ദാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുകയോ നമുക്ക് കൊടുക്കണമായിരുന്നോ, ഇത്രയും കൊടുക്കണമായിരുന്നോ, അതോ കൂടിപ്പോയോ, അങ്ങനെ മടിയോടുകൂടി ഫലം ഇച്ഛിച്ച് വീണ്ടും വീണ്ടും പുണ്യം കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന ദാനം രാജസികമായിട്ടുള്ള ദാനമാകുന്നു. അപ്പൊ അത് സാത്വിക ഗുണം പോയി രാജസിക ഗുണത്തിലേക്ക് എത്തി. ഇനി തമോ ഗുണത്തിലുള്ള ദാനം എപ്പോഴാണ്? അതായത് അർഹിക്കാത്തവർക്ക് അർഹിക്കാത്ത സ്ഥലത്ത് അർഹിക്കാത്ത പാത്രത്തില് ചെയ്യുന്ന, അതായത് അവരോട് ബഹുമാനമില്ലാതെ ചെയ്യുന്ന ദാനം എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ള ദാനമാകുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ദാനം മേടിക്കുന്ന ആള് ഇത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനാണെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ദാനം എന്ന് പറയുന്നത് തമസിലുള്ള ദാനമാകുന്നു അത്. അപ്പോൾ അപ്പം ഭഗവാൻ ശരീരത്തിന്റെ തപസ് പറയുന്നു, മനസ്സിന്റെ തപസ് പറയുന്നു, വാക്ക് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു, നമ്മുടെ ദാനം, അതുപോലെ തന്നെ യജ്ഞം. അതായത് യജ്ഞം ചെയ്യുമ്പോഴും നമ്മൾ യജ്ഞത്തിന്റെ കാര്യവും പറഞ്ഞു, ഫലേഷ്ട ഇല്ലാതെ ഫലം നമ്മൾ ആഗ്രഹിക്കാതെ ചെയ്യുന്ന യജ്ഞം എന്ന് പറയുന്നത് അത് സാത്വികമായിട്ടുള്ള യജ്ഞമാണ്. എന്നിട്ട് ഭഗവാൻ അത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പറയുന്നു, എന്നാൽ ആരാണോ, അതായത് ഈ ഭഗവാനിൽ ഈ പൂർണ്ണ വിശ്വാസത്തോടുകൂടി, ഭഗവാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആരാണോ ഇതെല്ലാം ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഭഗവാന്റെ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയ ഭാവം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് ഭഗവാൻ പറയാണ് പരമപുരുഷൻ, അതായത് ഇതാണ് ഭഗവാൻ അർജുന്റെ അടുത്ത് ശ്രദ്ധാ വിഭാഗങ്ങളിൽ അവസാനം പറയുന്നത്. അതായത് ആരാണോ, അതായത് ഈ പരമപുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ പരമാത്മാവെന്ന് പറയും, അതായത് സർവേശ്വരൻ, കൃഷ്ണൻ. അപ്പൊ ഭഗവാനെ റെപ്രസെന്റ് ചെയ്ത് 3 വാക്കുകളുണ്ട്. അത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് സത്ത്, സത്, തത്, ഓം, ഇങ്ങനെ 3 വാക്കുകളാണ്. അതിൽ ഓം എന്നുള്ള അതായത് ശബ്ദത്തിന്റെ ഇത് അതിന്റെ മഹാത്മ്യത്തെ പറ്റി എല്ലാവർക്കും അറിയാം. ഭഗവാൻ തന്നെ പറയാണ്, ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട്, അതായത് ഉത്കൃഷ്ടമായിട്ടുള്ള എല്ലാ യാഗങ്ങളും യജ്ഞങ്ങളും തപസ്സും എല്ലാം ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് തുടങ്ങുന്നു. അപ്പോൾ ഈ 3 വാക്കുകളും ശബ്ദങ്ങളും, അതായത് സത് എന്ന ശബ്ദവും തത് എന്ന ശബ്ദവും ഓം എന്ന ശബ്ദവും പരമപുരുഷൻ തന്നെയാവുന്നു. അതായത് ഭഗവാൻ തന്നെയാകുന്നു. ഈ 3 ശബ്ദവും ഭഗവാൻ തന്നെയാവുന്നു. അതിൽ ഓം എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു. ഇനി അതിൽ സത്ത് എന്ന വാക്ക് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അതായത് ഭഗവാന്റെയും ഭക്തന്റെയും സ്വഭാവം സൂചിപ്പിക്കാനാണ് സത്ത് എന്ന്. അപ്പോഴും ഭഗവാൻ പറയാണ് ഭഗവാനും സ്വഭാവവും ഭക്തന്റെ സ്വഭാവവും. അപ്പൊ ഭഗവാൻ ഒരു ഭക്തൻ
എന്ന് പറയുന്നത് ഭഗവാൻ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് കണ്ണന്റെയും ഭക്തന്റെയും സ്വഭാവം സത് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് സത് സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത്. കണ്ണനും അങ്ങനെ ഭക്തനും അങ്ങനെ ഉള്ളതിനെയാണ് സത് എന്ന് പറയുന്നത്. അതുപോലെ കർമ്മങ്ങൾ, ഉത്കൃഷ്ടമായ കർമ്മങ്ങളുടെയും ആദ്യം നമ്മൾ സത് എന്ന് വാക്ക് ചേർക്കുന്നു. അപ്പോൾ ഈ സത് എന്നുള്ള വാക്ക് അത് ഭഗവാൻ തന്നെയാകുന്നു. ഭഗവാൻ പറയാണ് അത് പരമപുരുഷൻ തന്നെയാകുന്നു, അത് ഞാനാകുന്നു. അപ്പോൾ ഈ വാക്കുകൾ വെച്ചിട്ടുള്ള, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാണെങ്കിൽ അത് സത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് അത് ഭഗവാൻ തന്നെ. നമ്മളൊരു സത്കർമ്മം ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കർമ്മവും ഭഗവാനാവുന്നു. അതായത് നമുക്കിപ്പം ചില സാഹചര്യങ്ങളിലൊക്കെ എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും അല്ലെ. അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും, നമുക്ക് ഒട്ടും അറിയാത്ത ആളുകളായിരിക്കും. നമ്മൾക്ക് വേണ്ടുന്ന സാഹചര്യത്തിൽ ചില സമയത്ത് നമുക്ക് ഹെൽപ്പ് കിട്ടാറുണ്ട്. അപ്പൊ അതായത് അവർക്കത് സത്കർമ്മമാണ്. അപ്പൊ അത് ഭഗവാൻ പറയുന്നതാണ്, അങ്ങനെ ചെയ്യുന്ന കർമ്മം ഞാനാകുന്നു എന്ന് പറയുന്നു, ഭഗവാൻ തന്നെ ആകുന്നു. അപ്പോൾ ഇനി തത് എന്ന് പറയുന്ന വാക്ക് എപ്പോഴാണ്? അതായത് യാഗം, യജ്ഞം, തപസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉൾക്കൊള്ളുന്ന ശബ്ദമാണ് തത് എന്ന് പറയുന്നത്. അപ്പൊ ഈ തത് എന്ന് പറയുന്നതും സത് എന്ന് പറയുന്നതും ഓം എന്ന് പറയുന്ന 3 ശബ്ദങ്ങളും അത് ഭഗവാൻ തന്നെ ആവുന്നു എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ ആരാണോ വിശ്വാസമൊന്നും ഇല്ലാതെ, അതായത് വിശ്വാസമൊന്നും ഇല്ലാതെ നേരത്തെ ഭഗവാൻ പറഞ്ഞ പോലെ ഫലങ്ങളൊക്കെ പ്രതീക്ഷിച്ച് ആരാണോ ഒരു തപസ് ചെയ്യുന്നത്, അങ്ങനെ ആരാണോ ഒരു തപസ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്ന തപസ്, അങ്ങനെ ചെയ്യുന്ന ദാനം, അതായത് ഭഗവാനിൽ വിശ്വാസമില്ലാതെ ചെയ്യുന്ന തപസ്, വിശ്വാസമില്ലാതെ ചെയ്യുന്ന ദാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന വാക്ക്, അങ്ങനെ പറയുന്ന ചിന്ത, അങ്ങനെയുള്ള ഒരു ശരീരം, ഇതെല്ലാം അസത്താകുന്നു എന്ന് ഭഗവാന് ശ്രദ്ധാവിഭാഗങ്ങൾ എന്ന് പറയുന്ന 17-ാം അധ്യായത്തിന്റെ അവസാനം അർജുന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ ഈ ഇതില്, അതായത് ഭഗവത്ഗീതയിലെ പല ചാപ്റ്ററിലും ഭഗവാൻ അർജുന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്തും ഭഗവാൻ അർജുനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അസൂയയില്ലാത്തവനെ എന്ന് പറയുന്നുണ്ട്. അതായത് അർജുന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. അർജുൻ അത്രയ്ക്ക് ഈ പറഞ്ഞ സാത്വിക ഗുണത്തിൽ അത്രയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ. അപ്പം ഈ അർജുന്റെ അടുത്ത് ഒരുപാട് വട്ടം ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഇത് പറഞ്ഞു തരുന്നത് നിനക്ക് അസൂയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഈ ഭഗവത്ഗീത പറയുമ്പോൾ, അതായത് ഭഗവത്ഗീത കേൾക്കണമെങ്കിൽ നമുക്ക് അതിനൊരു യോഗം വേണം, പറയണമെങ്കിൽ യോഗം വേണം, വായിക്കണമെങ്കിൽ യോഗം വേണം, ഭഗവത്ഗീതയുടെ തത്വം ഉൾക്കൊള്ളണമെങ്കിലും യോഗം വേണം. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം പോലും, ഭഗവത്ഗീത ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് പോലും നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭഗവത്ഗീതയുടെ അതായത് ഭഗവത്ഗീത എത്ര സ്പെഷ്യൽ ആണെന്ന് അറിയായിരിക്കും. പക്ഷെ ആരും ഭഗവത്ഗീത വായിക്കാനായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കാറില്ല. ഭഗവത്ഗീത വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾ ഒരുപാട് തവണ വായിക്കുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ എന്ത് ചോദ്യം നമുക്കുണ്ടെങ്കിലും, നമുക്കൊരു അസുഖം വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനോട് എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് സ്വയം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, നമുക്കൊരു എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പഠിക്കുമ്പോൾ ടെൻഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ, അതല്ല ജീവിതത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ഒരാൾക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടുന്നില്ല, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, അങ്ങനെ എന്തവസ്ഥ വരുന്ന സമയത്തും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഭഗവത്ഗീതയുടെ പല ചാപ്റ്റേഴ്സിലും ഉണ്ട്. അപ്പോൾ എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും, അതായത് ഭക്തരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇത്രയും ക്ഷമയോടുകൂടി, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൻ നമുക്ക് ഭക്തി കൂടുന്ന സമയത്ത് കണ്ണൻ നമ്മളോട് ലീലകൾ ചെയ്യും. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ അറിയാതെ കണ്ണൻ ലീലകൾ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് കണ്ണനോട് ഇത്ര ഭക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഭഗവത്ഗീത വായിച്ചിരിക്കണം. കുട്ടികൾ എല്ലാവരും തീർച്ചയായിട്ടും ഭഗവത്ഗീത വായിച്ചിരിക്കണം. എല്ലാവരും ഭഗവത്ഗീത വായിക്കുന്നത് ഒരു ശീലമാക്കണമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഭഗവത്ഗീത പറയുമ്പോൾ നമ്മളെപ്പോഴും വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഭക്തരോട് പറയുന്ന സമയത്ത് അതിൽ തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. അതിൽ പറയുന്ന ഭഗവാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് ഭക്തരോട് പറയാൻ സാധിക്കണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഭഗവാൻ എന്നോട് ക്ഷമിക്കണം, രാധാറാണി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് അവസരം തന്ന, അതായത് ഞാൻ കഴിഞ്ഞ വട്ടം ദേവിയുടെ അവതാരത്തിന് രാധാറാണിയെ പറ്റി പറഞ്ഞ സമയത്ത് ഇവിടെ മഴ പെയ്തു. അന്ന് മഴ പെയ്യുന്ന സമയമല്ല, പിന്നെ മഴയുടെ സീസൺ അല്ല, അന്ന് മഴ പെയ്തു. കാരണം രാധാറാണിയെ പറ്റി പറയുന്ന സമയത്ത് ഭഗവാനെ പറ്റി പറയുന്ന സമയത്ത് രാധാറാണിയുമാണ് സന്തോഷിക്കുന്നത്. അപ്പോൾ അന്നും ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ടായി. ഇവിടെ വരുമ്പോൾ ഇവിടെ വളരെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. ഈ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം ഇവിടെയുള്ള ഈ ഭക്തജനങ്ങളും അതിന്റെ കമ്മിറ്റി ആളുകളും അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ട്. അമ്പലത്തിനെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നതുകൊണ്ടും ഭക്തിപരമായി നോക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളത്. അല്ലെങ്കിൽ ഞാൻ ഈ ഭഗവത്ഗീത മൊത്തം കഴിയുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ കറണ്ട് പോയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂവേഷൻ എനിക്ക് കിട്ടിയത് തന്നെ എനിക്കൊരു വലിയ കാര്യം. ഞാനത് ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഈ ഒരു പ്രഭാഷണത്തിന് വേണ്ടി വളരെ
കരുതലോടുകൂടി ക്ഷണിച്ച് ഇടയ്ക്ക് കറണ്ട് പോയപ്പോൾ സാർ വന്ന് എന്നോട് പറഞ്ഞു നമുക്കിത് കഴിഞ്ഞിട്ട് തുടരാം എന്ന് പറഞ്ഞു. വൈൻഡപ്പ് ചെയ്യാം എന്നുള്ള കാര്യം സാർ പറഞ്ഞിട്ടേ ഇല്ല. സാറിന് വേണമെങ്കിൽ പറയാം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം, എല്ലാവരും കേട്ട് കഴിഞ്ഞല്ലോ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നും സാർ പറഞ്ഞില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് തുടരാം എന്ന് തന്നെയാണ് സാർ പറഞ്ഞത്. അതുപോലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ നന്ദി സതീഷ് ചന്ദ്രൻ സാറോടും എല്ലാ ക്ഷേത്ര ഉപദേശക കമ്മിറ്റി അംഗങ്ങളോടും എന്നെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാ ഭക്തരോടും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ, രാധേ രാധേ.